ഹലോ, കോംപ്ലിമെൻ്ററി ഫിസിക്സിൻ്റെ ക്ലാസ്സാണ്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ലൈറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ലൈറ്റിനെ കുറിച്ച് ആദ്യം പഠിക്കാനുള്ളത് ഇൻ്റർഫെറൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഡിഫ്രാക്ഷൻ പഠിക്കാനുണ്ട്, അതേപോലെ പോളറൈസേഷനും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർഫെറൻസ് പഠിക്കാനായിട്ട് ആദ്യം പഠിക്കേണ്ട കാര്യം പ്രിൻസിപ്പിൾ ഓഫ് ലീനിയർ സൂപ്പർ പൊസിഷനാണ്. അപ്പം അതിനെക്കുറിച്ചിട്ട് വിക്കിപീഡിയ എന്നുള്ള ഒരു ആനിമേഷനാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതിൽ 3 തരം വേവ്സ് കാണുന്നുണ്ട്, റൈറ്റ്. ഒരെണ്ണം നീലയാണ്, ഒരെണ്ണം പച്ചയാണ്, ഒരെണ്ണം റെഡാണ്. പച്ച വേവ് ഇറ്റ്സ് മൂവിങ് ടു ദ റൈറ്റ് ഓഫ് ദി സ്ക്രീൻ. നീല ആണെങ്കിൽ ലെഫ്റ്റ് ഓഫ് ദി സ്ക്രീനിലാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് റെഡ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന കമ്പൈൻഡ് വേവാണ് റെഡ് വേവ്. അപ്പം റെഡ് വേവ് നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, ഇടയ്ക്ക് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ മിനിമം ആകുന്നുണ്ട്. ആ ഫിനോമിനനാണ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാണ്, അതിൻ്റെ മാത്തമാറ്റിക്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇതാണ് ഇൻ്റർഫറൻസിൻ്റെ ബേസിക്സ്. ഇപ്പോൾ സൂപ്പർപൊസിഷനൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അത് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നമ്മളിവിടെ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് എന്ന് സിനുസോയ്ഡൽ വേവ്സിൻ്റെ സൂപ്പർ പൊസിഷനാണ്. ഈ പടം ഞാൻ വിക്കിപീഡിയയിൽ നിന്ന് തന്നെ എടുത്തതാണ്. നേരത്തെ കണ്ട ആനിമേഷൻ്റെ സെയിം ഇൻഫർമേഷൻ തന്നെയാണ് ഇതിനകത്തുള്ളത്. അതിൽ വേവ് 1 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേവ് 1 ഉണ്ട്, വേവ് 2 ഉണ്ട്. രണ്ടും സൈൻ വേവ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പൈൻഡ് വേവ് ഫോം എന്ന് പറയുന്നത് ഈ 2 വേവ്സും ഇൻ ഫേസിലാണ്. ഇൻ ഫേസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടിൻ്റെയും ഫേസുകൾ തമ്മിൽ സെയിം ആയിരിക്കണം. അതായത് ഒരെണ്ണം 0 ഡിഗ്രിയിലാകുമ്പോൾ മറ്റേത് 0 ഡിഗ്രിയിൽ തന്നെ ആയിരിക്കണം, ഒരെണ്ണം 180 ഡിഗ്രിയിലാകുമ്പോൾ മറ്റേത് 180 ഡിഗ്രിയിലായിരിക്കണം, അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് ഇൻ ഫേസ് എന്ന് പറയുന്നത്. ഇൻ ഫേസിലുള്ള വേവ്സ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈൻഡ് വേവ്സ് ഫോംസ് എന്താണ്, ഇത് തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. 2 വേവ്സ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ് എങ്കിൽ ചെയ്യേണ്ടത് എന്താണ്, അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പം ഈ റിസൾട്ടാണ് നമ്മളിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പോണേ. സോ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വെൻ 2 or more waves pass simultaneously through a continuous medium, they superimpose one another. 2 or more waves pass simultaneously through a medium, they superimpose. അതിനകത്ത് വലിയ സർപ്രൈസ് ഒന്നുമില്ല, വേവ്സ് സൂപ്പറിമ്പോസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, then the resultant displacement at any point will be the vector sum of their individual displacements. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അതായത് നമ്മളുടെ ഓരോ വേവിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ്സ് സേ y1, നമുക്ക് കുറേയേറെ വേവ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, y1 y2 അങ്ങനെ കുറേയേറെ വേവ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വെക്റ്റർ സമ്മാണ് എന്ത്, റിസൾട്ടൻ്റ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് റിസൾട്ടൻ്റ് വേവാണ്. റിസൾട്ടൻ്റ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്സിൻ്റെ വെക്റ്റർ സമ്മാണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീനിയർ സൂപ്പർ പൊസിഷൻ. ഓർക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മിക്കവാറും 2 മാർക്കിന് ചോദിക്കുന്നതാണ്. എന്താണ് y1 y2 എക്സെട്ര എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ വേവ്സ് ആണ്. സ്ഥിരമായിട്ട് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി 2 സിനുസോയിഡൽ വേവ്സ് എടുത്താൽ എങ്ങനെയാണ് സൂപ്പർ പൊസിഷൻ.
ആസ് ഓൾവേസ് എല്ലാ ഡെറിവേഷനിലും പറയുന്നത് പോലെ ഞാൻ ഡെറിവേഷൻ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ പഠിക്കില്ല, നിങ്ങൾ കൂട്ടത്തിൽ തന്നെ എഴുതി നോക്കണം. നമ്മൾ രണ്ട് സിനുസോയിഡൽ വേവ്സിനെ കൺസിഡർ ചെയ്യുകയാണ്. ഒന്നാമത്തെ വേവ് y1, സോ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് a1 ആണ്. സിനുസോയിഡൽ വേവ് എന്ന് പറഞ്ഞു. സിനുസോയിഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ പോലത്തെ ബിഹേവിയർ ആണ്. kx മൈനസ് ഒമേഗ ടി പ്ലസ് സം y1. ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ വേവ്. വേർ a1 എന്താണ്? ആംപ്ലിറ്റ്യൂഡാണ്. k എന്ന് പറയുന്നത് വേവ് നമ്പർ അല്ലെങ്കിൽ വേവ് വെക്റ്ററാണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. φ1 എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് ആണ്. a1 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. k എന്ന് പറയുന്നത് വേവ് നമ്പറാണ്. വേവ് നമ്പറിനോ വേവ് വെക്റ്റർ എന്നോ പറയാം. അതായത് ഇവിടെ എക്സ് ആണ്, കെ എക്സ് എന്നാണെങ്കിൽ അത് വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ മതി. അല്ല എക്സും വൈയും ഇസഡും ഒക്കെ ഉണ്ടെങ്കിലും അന്നേരം അത് വേവ് വെക്റ്റർ ആയിരിക്കും. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി. φ1 എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫേസ് ആണ്. അതേപോലെ നമുക്ക് രണ്ടാമത്തെ വേവ് എഴുതാം. ദാറ്റ് വുഡ് ബി a2 sin kx minus omega t plus φ2. അഗെയിൻ a2വും ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ്, φ2വും ഫേസ് തന്നെയാണ്. ഓക്കെ. ഇവിടെ നമ്മൾ ആംപ്ലിറ്റ്യൂഡും ഫേസും ഡിഫറെൻ്റ് ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് വേവ്സിനും. പക്ഷേ അതിൻ്റെ വേവ് നമ്പറും ആംഗുലർ ഫ്രീക്വൻസിയും നമ്മൾ സെയിം ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എടുക്കുകയാണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ എഴുതിക്കോണം. ഞാൻ തൽക്കാലം എഴുതുന്നില്ല. y1 പ്ലസ് y2 ആണ്. ഓക്കെ. സോ ഇനി നമുക്ക് ആഡ് ചെയ്യാം. a1 sin kx മൈനസ് ഒമേഗ ടി പ്ലസ് φ1 പ്ലസ് a2 sin kx മൈനസ് ഒമേഗ ടി പ്ലസ് φ2. അതായത് രണ്ട് സൈൻ ടേംസ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഇനി let me write an identity. Sin a plus b equal to sin a cos b plus cos a sin b. അല്ലേ? അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും സാധനത്തിനെ ഞാൻ എന്തായിട്ട് വിളിക്കുന്നു? ഇത് എ എന്ന് വിളിക്കുന്നു. ഇതിനെയാണ് ഞാൻ ബി എന്ന് കൺസിഡർ ചെയ്യുന്നതെന്ന് വെക്കാം. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ y വുഡ് ബി റിട്ടേൺ ആസ് a1 sin kx മൈനസ് ഒമേഗ ടി മൾട്ടിപ്ലൈഡ് ബൈ cos φ1 പ്ലസ് a1 cos kx minus omega t multiplied by sin φ1 plus അടുത്ത ടേം a2 sin kx minus omega t cos φ2 plus a2 cos kx minus omega t sin φ2. റൈറ്റ്? എന്താ ചെയ്തേ? നമ്മൾ y ഈക്വൽ ടു y1 പ്ലസ് y2 ആണ്. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ y1ഉം y2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കറിയാവുന്ന ഒരു ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി ഉപയോഗിക്കുകയാണ്. sin a പ്ലസ് ബി എന്താണെന്നുള്ള രീതിയിൽ ഇത് മാറ്റി എഴുതുകയാണ്. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ y വുഡ് ബി sin kx minus omega t multiplied by a1 cos φ1 plus a2 cos φ2 plus cos kx minus omega t multiplied by a1 sin φ1 plus a2 sin φ2. ഇനി
ഇനിയും നമുക്ക് we can do this thing, right? A1 cos phi 1 plus A2 cos phi 2. I'm going to call it A cos phi. Right? I'm defining a new variable. A cos phi എന്ന് പറഞ്ഞാൽ ഈ A1 cos phi 1 A2 cos phi 2 ആണെന്ന് ഞാൻ പറയുകയാണ്. അതേപോലെ തന്നെ A1 sin phi 1 plus A2 sin phi 2. അതിനെ ഞാൻ A sin phi എന്ന് പറയണം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു പുട്ട് ഇറ്റ്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ y എന്താകും? y would be sin kx minus omega t a cos phi plus cos kx minus omega t a sin phi. നമ്മൾ എന്തിനാ അത് പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ കണക്ക് സിമ്പിളാക്കാനായിട്ട്. ഇനി നമ്മൾ അടുത്ത വെക്റ്റർ ഐഡൻറ്റിറ്റി ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ഉപയോഗിക്കുകയാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച സാധനം തന്നെയാണ് എന്ത്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, ദാറ്റ് ഈസ് സൈൻ എ പ്ലസ് ബി. ഇനി ഇവിടെ എന്താണ്? ഇതിനെ നമ്മൾ എ ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. ഈ സൈൻ എ കോസ് ബി എന്നൊക്കെ പറയുന്ന എയും ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ എയും ഡിഫറെൻ്റ് ആട്ടോ, കൺഫ്യൂഷൻ ആവരുത്. ഈ ഫൈയെ ഞാൻ ബി ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ എന്താ ഉള്ളത്? സൈൻ എ കോസ് ബി എന്നുള്ള ഫോമിലാണുള്ളത്. അതേപോലെ കോസ് എ സൈൻ ബി എന്നുള്ള ഫോമിലാണുള്ളത്. പിന്നെ ഈ എ ആംപ്ലിറ്റ്യൂഡ് അത് വേറെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ y would be a multiplied by sin kx minus omega t plus phi. ഞാൻ അടുത്ത പേജിലോട്ട് മാറ്റി എഴുതാം. നമ്മൾ y ഈക്വൽ ടു a sin kx minus omega t plus phi. where a എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആൻഡ് phi phase of the resultant wave. ഈ എയും ഫൈയും ഇൻ ടേംസ് ഓഫ് A1ഉം phi 1 phi 2 അതിൻ്റെ ടേംസിൽ എങ്ങനെയാണ് എയും ഫൈയും എഴുതുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പക്ഷേ എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് എഴുതാൻ പറ്റും. ഈ റിലേഷനിൽ നിന്ന് തന്നെയാണ് അത് എഴുതാൻ പറ്റുക. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ? ഇതിൻ്റെ സ്ക്വയർ എടുത്ത് ഇതിൻ്റെ സ്ക്വയർ എടുത്ത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് വുഡ് യു ഗെറ്റ്? സോ ആ റിലേഷൻസ് ഒന്നും കൂടെ എഴുതാം. A1 cos phi 1 plus A2 cos phi 2 equal to A cos phi എന്നായിരുന്നു നമ്മുടെ റിലേഷൻ. A1 sin phi 1 plus A2 sin phi 2 equal to A sin phi എന്നാണ് നമ്മുടെ റിലേഷൻ. ലെറ്റ് മീ കോൾ ദിസ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഓക്കെ, 1നെ സ്ക്വയർ ചെയ്യുക പ്ലസ് 2ൻ്റെ സ്ക്വയർ ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. റൈറ്റ്, അപ്പോൾ എന്ത് കിട്ടണം? നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡാണ് നോക്കാൻ ഏറ്റവും എളുപ്പം. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടണം? എ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ. ബട്ട് വി നോ എന്താണ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. റൈറ്റ്, സോ ദാറ്റ് ഈസ് എ സ്ക്വയർ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എ സ്ക്വയർ ആയിട്ട് കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഐ എം ഗോയിങ് ടു ഡു ദാറ്റ്. A1 സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ 1 പ്ലസ് A2 സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ 2 പ്ലസ് 2 A1 A2 കോസ് ഫൈ 1 കോസ് ഫൈ 2. അതെങ്ങനെയാണ് വരുന്നത്? ഈ
ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ സ്ക്വയർ എടുക്കുകയാണ്. റൈറ്റ്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. റൈറ്റ്? ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ടാണ് ഇതിനെ നമ്മൾ ഇക്വേഷൻ 1നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇക്വേഷൻ 2ൻ്റെയും സ്ക്വയർ എടുക്കണം. എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യും. അടുത്ത ടേം പറയുന്നത് a1 സ്ക്വയർ സൈൻ സ്ക്വയർ 5(1) പ്ലസ് a2 സ്ക്വയർ സൈൻ സ്ക്വയർ 5(2) പ്ലസ് 2a1 a2 സൈൻ 5(1) സൈൻ 5(2). Alright? അത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? a1 സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ cos സ്ക്വയർ 5(1) sin സ്ക്വയർ 5(1). റൈറ്റ്? സിമിലർ ടേംസ് ഈ ടേമും സിമിലർ ആണ്. റൈറ്റ്? a1 സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ cos സ്ക്വയറും sin സ്ക്വയറും, ഇത് രണ്ടും കൂടെ എന്താണ്? cos സ്ക്വയറും sin സ്ക്വയറും കൂടെ 1 ആയി പോകും. പിന്നെ a1 സ്ക്വയർ മാത്രമേ കാണുള്ളൂ. അതേപോലെ ഈ ടേമും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള രണ്ട് ടേംസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പ്ലസ് a2 സ്ക്വയർ cos സ്ക്വയർ 5(2) പ്ലസ് sin സ്ക്വയർ 5(2) പ്ലസ് 2a1 a2 cos 5(1) cos 5(2) plus sin 5(1) sin 5(2). Alright? ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താണ്? cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ 1 ആണെന്നറിയാം. cos A cos B പ്ലസ് sin A sin B എന്ന് പറയുന്നത് cos A minus B ആണ്. റൈറ്റ്? ഈ രണ്ട് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യണം. എന്ത് കിട്ടും? ദിസ് വുഡ് ബി 1 എന്ന് കിട്ടും, ഇതും 1 എന്ന് കിട്ടും. ആൻഡ് ഇതിനെ cos A minus B എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ദിസ് വുഡ് ഗോ ടു cos, ഇവിടുത്തെ A എന്താണ്? cos തീറ്റ 1 മൈനസ് തീറ്റ 2. അങ്ങനെ മാറ്റിയെഴുതാം. അങ്ങനെ മാറ്റിയെഴുതുകയാണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 cos 5(1) മൈനസ് 5(2). ദാറ്റ് ഈസ് ഈക്വൽ ടു a സ്ക്വയർ. Now we have these relations, right? Equation 1 equation 2 ഉണ്ട്. I can do 2 divided by 1. 2 divided by 1 would give me, so this is from എന്താണ് 1 square plus 2 square. അതെന്നാണ് എനിക്ക് ഈ റിലേഷൻ കിട്ടിയത്. ഓക്കെ, ലെറ്റ് മീ കോൾ ദിസ് ഇക്വേഷൻ 3c. ആൻഡ് ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ a sin 5 divided by a cos 5 equal to a1 sin 5(1) plus a2 sin 5(2) divided by a1 cos 5(1) plus a2 cos 5(2), or we have tan 5 എന്ന് പറയുന്നത് a1 sin 5(1) plus a2 sin 5(2) divided by a1 cos 5(1) plus a2 cos 5(2). Okay, so this is your equation, say 4. അപ്പോൾ ഇക്വേഷൻ 3 എന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നു.
റിസൾട്ടൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നു എന്ത് എ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്വയർ നമുക്ക് ഇക്വേഷൻ 3 എന്ന് കിട്ടി. ഫൈ എന്ന് പറയുന്നതോ റിസൾട്ടൻറ്റ് വേവിൻ്റെ ഫേസ് ആയിരുന്നു, റൈറ്റ്? ഫേസ് ആണ് ഫൈ. അപ്പോൾ അതിൻ്റെ ടാൻ കിട്ടുന്നു. ടാൻ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈ എന്താണ് എന്ന് കിട്ടും. ഇനി നമുക്ക് സ്പെഷ്യൽ കേസസ് കൺസിഡർ ചെയ്യാം. സ്പെഷ്യൽ കേസസ് എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ്. ഒന്നാമത്തെ സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് is 2 by n where n equal to 0, 1, 2 etc. അതായത് 5 1 minus 5 2 എന്ന് പറയുന്നത് 0, 2 by 4 by etc. ആകുമ്പോൾ എന്താണുള്ളത്? വേവ്സ് ഇൻ ഫേസ് ആണ്. ഫേസ് ഡിഫറൻസ് 0 എന്ന് പറഞ്ഞാൽ എന്താ? വേവ്സ് ഇൻ ഫേസ് ആണ്. അങ്ങനെയാണ് എങ്കിൽ ആംപ്ലിറ്റ്യൂഡ് റിസൾട്ടൻറ്റ് വേവ് എത്രയായിട്ടാണ് നമുക്ക് കിട്ടാൻ പോണേ? എ സ്ക്വയർ എന്ന് പറയുന്നത് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 ആയിട്ട് കിട്ടും. എവിടെ നിന്ന് കിട്ടും? ഈ ഇക്വേഷനിലുണ്ട്. അതിനകത്ത് 5 1 മൈനസ് 5 2 0 ആണെങ്കിൽ കോസ് 0 1 ആയിരിക്കും, റൈറ്റ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിട്ട് എഴുതാം? ദാറ്റ് ഈസ് a1 പ്ലസ് a2 ദ ഹോൾ സ്ക്വയർ. അങ്ങനെ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് എയുടെ മാക്സിമം എന്ന് പറയുന്നത് a1 പ്ലസ് a2 ആണ്. നമുക്ക് വേറെ സ്പെഷ്യൽ കേസ് എടുക്കാൻ പറ്റും. ഇഫ് a1 ഈക്വൽ ടു a2 ആണെങ്കിൽ മാക്സിമം എ എന്ന് പറയുന്നത് എത്രയാണ്? ട്വൈസ് a1, സോറി ട്വൈസ്, ട്വൈസ് എ ആയിരിക്കും. അതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അതായത് when phase difference is 0 or 2 pi or 4 pi etc. 5 1 minus 5 2 equal to 0, 2 pi, 4 pi etc. Cos of 5 1 minus 5 2 equal to cos 0 equal to 1 or cos 2 pi equal to 1, right? Cos 2 pi equal to 1, cos 4 pi equal to 1 ഇതൊക്കെ 1 ആയിരിക്കും. In that case constructive interference. Okay. Resultant amplitude is maximum. So condition for constructive interference എന്താണ്? Phase difference is an integral multiple of 2 pi. അതായത് 5 1 minus 5 2 അതിനെ തന്നെ നമ്മൾ ഡെൽറ്റ 5 എന്ന് വിളിക്കാറുണ്ട്. 5 1 minus 5 2 എന്ന് പറയുന്നത് 2 pi n ആകുന്നതാണ് നമ്മളുടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ. n equal to 0, 1, 2 etc. ഓർത്ത് വെച്ചോളുക, ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത സ്പെഷ്യൽ കേസ് നോക്കാം. അടുത്ത സ്പെഷ്യൽ കേസ് നമ്മൾ എന്തായിരിക്കും നോക്കാൻ പോകുന്നത്? ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്പെഷ്യൽ കേസാണ്. സോ ഫേസ് ഡിഫറൻസ് 5 1 minus 5 2 equal to 2n plus 1 lambda where n equal to 0, 1, 2 etc. അതായത് ഡെൽറ്റ 5 എന്ന് പറയുന്നത് പൈ ആകാം, 3 pi ആകാം, 5 pi ആകാം എക്സെട്ര. ഓക്കെ, പ്ലസ് മൈനസ് അപ്പുറത്തും പ്ലസ് മൈനസ് ഉണ്ട് കേട്ടോ. സോ ദിസ് കുഡ് ബി ലൈക്ക് പ്ലസ് മൈനസ് 2 pi പ്ലസ് മൈനസ് 4 pi അങ്ങനെയാവും. അങ്ങനെയാണ് എങ്കിൽ അത് നമുക്ക് വീണ്ടും ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. എ സ്ക്വയർ എത്ര കിട്ടും? എന്ത് പറ്റും? സൈൻ ഓഫ് പൈ. സൈൻ പൈ എത്രയാണ്? സൈൻ പൈ ഈസ്
minus sorry sin pi അല്ലല്ലോ പറഞ്ഞത് sorry cos right cos phi 1 minus phi 2 okay phi 1 minus phi 2 ആകുമ്പോൾ cos pi വരും okay cos pi എന്ന് പറയുന്നത് എത്രയാണ് cos pi is actually minus 1 right ഇത് cos 180 അത് minus 1 ആണ് സോ ഈ കേസിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ മൈനസ് 2a1 a2 ആയിട്ട് കിട്ടും എന്തുകൊണ്ടാണ് പ്ലസ് 2a1 a2 ആയിരുന്നു മൾട്ടിപ്ലൈഡ് ബൈ ലെറ്റ് മീ റൈറ്റ് cos pi ആണ് ദാറ്റ് ഈസ് a1 സ്ക്വയർ a2 സ്ക്വയർ മൈനസ് 2a1 a2 കൺഫ്യൂഷൻ ആയിട്ട് ആ സ്റ്റെപ്പും കൂടി എഴുതിയിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു a1 മൈനസ് a2ൻ്റെ ഹോൾ സ്ക്വയർ ആണ് റൈറ്റ് നൗ എ മിനിമം എന്ന് പറയുന്നത് a1 മൈനസ് a2 ആണ് റൈറ്റ് ഇനി വീണ്ടും രണ്ടും ആംപ്ലിറ്റ്യൂഡ് സെയിം ആവുന്ന കേസിൽ a1 ഈക്വൽ ടു a2 ഈക്വൽ ടു a ആണ് എങ്കിൽ a മിനിമം വുഡ് ബി 0 അതിനെ നമ്മൾ വിളിക്കുന്ന ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് എന്നാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നത് എന്താണ് when delta phi equal to 2n plus 1 pi ആയിരിക്കണം where n equal to 0 1 2 etc. സോ ആ കേസിൽ നമുക്ക് a min equal to 0 ആയിട്ട് കിട്ടും അതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് കണ്ടീഷനാണ് എന്ത് ഡെൽറ്റ phi that is equal to phi 1 minus phi 2 that is equal to 2n plus 1 pi where n equal to 0 1 2 etc. phase difference odd integral multiple of pi. ഓക്കെ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറയാം കൺസ്ട്രക്റ്റീവിൻ്റെ ഇൻ്റർഫെറൻസ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് phase difference is integral multiple of 2 pi. So delta phi equal to 2 pi n ആണ് where n equal to 0 1 2 ഇതാണ് നമ്മളുടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെ കണ്ടീഷൻ ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ ഡെൽറ്റ phi has to be equal to 2n plus 1 n ആണ് 2n plus 1 pi ആണ് where n equal to 0 1 2. So constructive കേസിൽ integral multiple of so phase difference is integral multiple of 2 pi right ഈ കേസിൽ phase difference odd integral multiple of തെറ്റിപ്പോകരുത് പരീക്ഷയ്ക്ക് 2 മാർക്കിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഏതാണ് കൺസ്ട്രക്റ്റീവിൻ്റെ കണ്ടീഷൻ എഴുതാൻ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവിൻ്റെ കണ്ടീഷൻ എഴുതാനായിട്ട് ഇക്വേഷനും എഴുതണം അതിൻ്റെ എക്സ്പ്ലനേഷനും എഴുതിയിരിക്കണം അതായത് ഇക്വേഷൻ എഴുതിയിട്ട് ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം എഴുതിയാൽ പോരാ എന്നെ എന്താണെന്ന് പറയണം അതേപോലെ എന്താണ് ഇത് ഫേസ് ഡിഫറൻസ് ആണ് എന്ന് പറയണം അതേപോലെ ഇതാ സെൻറ്റൻസ് ആയിട്ട് എഴുതണം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 pi അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ഈസ് ആൻ ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ഇനി നമുക്ക് റിസൾട്ടൻറ്റ് ഇൻ്റർടെൻസിറ്റി കൂടെ നോക്കാം സോ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് അങ്ങനെയാണ് എങ്കിൽ വി ഓൾറെഡി ഹാവ് ദിസ് ഇക്വേഷൻ ഇവിടെ നമ്മളൊരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എ സ്ക്വയറിൻ്റെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടല്ലേ എ സ്ക്വയറിൻ്റെ ഇക്വേഷൻ
യാ. സോ ഇക്വേഷൻ 3 എ സ്ക്വയറിൻ്റെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, റൈറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വെച്ചിട്ട് നമുക്ക് റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്നും കൂടി എഴുതുകയാണ്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A1 സ്ക്വയർ A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos 5 1 - 5 2. അതാണ് ഇക്വേഷൻ. ആ ഇക്വേഷനെ ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. ഓക്കെ, ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഞാൻ I എന്ന് എഴുതുകയാണ്. ഒന്നാമത്തെ വേവിൻ്റെ ഇൻറ്റൻസിറ്റി ഞാൻ I1 എന്ന് എഴുതുകയാണ്. രണ്ടാമത്തെ വേവിൻ്റെ ഇൻറ്റൻസിറ്റി ഞാൻ I2 എന്ന് എഴുതുകയാണ്, റൈറ്റ്. പ്ലസ് 2. അപ്പം I ഈസ് പ്രൊപ്പോർഷണൽ ടു A സ്ക്വയർ ആണ്, I1 ഈസ് പ്രൊപ്പോർഷണൽ ടു A1 സ്ക്വയർ ആണ്, I2 ഈസ് പ്രൊപ്പോർഷണൽ ടു A2 സ്ക്വയർ ആണ്, റൈറ്റ്. അപ്പം A1നെ ഞാൻ സ്ക്വയർ റൂട്ട് ഓഫ് I1 എന്ന് എഴുതി, A2നെ ഞാൻ സ്ക്വയർ റൂട്ട് ഓഫ് I2 എന്ന് എഴുതി. പിന്നെ എനിക്ക് കോസ് 5 1 - 5 2 കൂടി ഉണ്ട്. Now സ്പെഷ്യൽ കേസ് എടുക്കാം. സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ എടുക്കുന്നത്? നമ്മളുടെ ഇക്വേഷൻ എഴുതി വെച്ചത് ഒന്നും കൂടി എഴുതാം. I = I1 + I2 + 2 I1 I2ൻ്റെ സ്ക്വയർ റൂട്ട് കോസ് 5 1 - 5 2. ഇതാണ് ഇക്വേഷൻ. ലെറ്റ് us call it ഇക്വേഷൻ 5. ഇക്വേഷൻ 3 തന്നെയാണ് റിട്ടൺ ഇൻ ടേംസ് ഓഫ് ഇൻറ്റൻസിറ്റി ആണ്. ഇനി നമ്മൾ സ്പെഷ്യൽ കേസ് എടുക്കുകയാണ്. എന്താണ്? ഫേസ് ഡിഫറൻസ് 2πn ആവുന്ന കേസിൽ 5 1 - 5 2 = 2πn ആണ് എങ്കിൽ എന്ത് വരും? അഗെയിൻ കോസ് 5 1 - 5 2 എന്ന് പറയുന്നത് ഈ കേസിൽ 1 വരും, റൈറ്റ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് വുഡ് ബി ദ മാക്സിമം. സോ Imax വുഡ് ബി I1 + I2 + 2 I1 I2. Okay. And suppose നമ്മൾ എന്താണ്, ഇഫ് സേ I1 = I2 ആ കേസ് ആയിരുന്നു നമ്മൾ എടുക്കുന്നത് എന്ന് വിചാരിക്കുക. ഇൻ ദാറ്റ് കേസ് വി ക്യാൻ റൈറ്റ് Imax എന്ന് പറയുന്നത് ഇത് കറസ്പോണ്ട്സ് ടു എന്താണ്? കറസ്പോണ്ട്സ് ടു A1 = A2 കേസ്. അങ്ങനെയാണ് എങ്കിൽ 2I1 + 2I1 സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട്, റൈറ്റ്. സോ ദാറ്റ് ഈസ് 2I1 + 2I1 that is equal to 4I1. Okay, so Imax = 4 times I1. കൺസ്ട്രക്റ്റീവിൻ്റെ കേസിൽ. ഡിസ്ട്രക്റ്റീവിൻ്റെ കേസിലാണെങ്കിലോ? സോ ഡിസ്ട്രക്റ്റീവിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെ വരും? 5 1 - 5 2 = 5 1 - 5 2 2n + 1 π ആണ് വരുന്നത്. ആ കേസിൽ കോസ് 5 1 - 5 2 എന്ന് പറയുന്നത് ദാറ്റ് വുഡ് ബി -1 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ I മിനിമം ആയിരിക്കും ആ കേസിൽ വരിക. I min എന്ന് പറയുന്നത് എന്ത് വരും? I1 + I2 - 2 + I1 I2 സ്ക്വയർ റൂട്ട് cos 5 1 - 5 2. This would be -1. Okay. So that is I1 + I2 - 2 I1 I2. So that would be your I min. ഏത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കേസിൽ I min ആണ് വരുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇനി സ്പെഷ്യൽ കേസ് എടുക്കുകയാണ്. എന്ത്? I1 = I2 ആണെങ്കിൽ അത് കറസ്പോണ്ട്സ് ടു A1 = A2 കേസാണ്. അങ്ങനെയാണെങ്കിൽ I min would be I1 + I1. So 2I1 - 2I1 square. Okay. That is 2I1 - 2I1
ദാറ്റ് ഈസ് 0. സോ കൺക്ലൂഡ് ചെയ്യാനായിട്ട് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് ആണ് ഡിസ്ട്രക്റ്റീവ്. ആ കേസിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്ട്രക്റ്റീവിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് φ1 - φ2 ഈസ് 2πn. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് φ1 - φ2 = 2n + 1, okay, where n = 0, 1, 2 etc. ഇവിടെയും n = 0, 1, 2 etc. okay. ഈ കേസിൽ എ മിൻ എന്ന് എ മാക്സ് ആണല്ലോ. എ മാക്സ് എന്ന് പറയുന്നത് ട്വൈസ് എ, റൈറ്റ്? ഇവിടെ എ മിൻ എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ ഇൻറ്റൻസിറ്റി മാക്സ് ഇവിടെ 4 ടൈംസ് ഒന്നാമത്തെ വേവിൻ്റെ ഇൻറ്റൻസിറ്റി. ഇവിടെ ഇൻറ്റൻസിറ്റി മിൻ ആണ് വരിക. ദാറ്റ് വുഡ് ബി 0. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യം അല്ലേ? ആദ്യമേ നമ്മൾ പറഞ്ഞായിരുന്നു. സോറി, അതായത് കമ്പൈൻഡ് വേവ് ഫോം ആണ് എങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് would be sum of amplitudes of wave 1 and wave 2. ഇനി വേവ് 1നും വേവ് 2നും സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ് എങ്കിൽ ആ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ട്വൈസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ആയിരിക്കും. ആ കേസിൽ ഇൻറ്റൻസിറ്റി, കൺസ്ട്രക്റ്റീവിൻ്റെ കേസിൽ ഇൻറ്റൻസിറ്റി ഗോസ് ലൈക്ക് 4 ടൈംസ് വേവ് 1ൻ്റെ ഇൻറ്റൻസിറ്റി. അത് വേവ് 1ൻ്റെയും വേവ് 2ൻ്റെ ഇൻറ്റൻസിറ്റി സെയിം ആണെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് വേവ്സിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ 4 ടൈംസ് ആണ് റിസൾട്ടൻറ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി. ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ റിസൾട്ടൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും, റൈറ്റ്? ആ കേസിൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്, വിച്ച് മീൻസ് ആംപ്ലിറ്റ്യൂഡ് 0 ആകുമ്പോഴേക്കും ഇൻറ്റൻസിറ്റിയും 0 ആകും. ഇതാണ് നമ്മളുടെ ഇൻ്റർഫെറൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഇത് കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിപ്പോൾ ഞാൻ ആ ഡെറിവേഷനൊക്കെ എഴുതിയത് കൊണ്ടാണ് കുറച്ച് ലെങ്തി ആയത്. നിങ്ങൾ ആദ്യം കാണുമ്പോഴേക്കും ഇത് ഡബിൾ സ്പീഡിലിട്ടൊന്ന് കണ്ടിട്ട് പിന്നെ എഴുതി നോക്കാൻ നേരം പോസ് ചെയ്ത് തന്നെ എഴുതി നോക്കണം. ഇനി അടുത്ത ക്ലാസ്സിൽ ഇൻ്റർഫെറൻസിന് ബാക്കി കാര്യങ്ങൾ.